ഈ 12 ലക്ഷം കിലോഗ്രാം അരിയാണ് ഇപ്പോൾ വാങ്ങിയത്. 87 ലക്ഷം കാർഡുടമകൾക്ക് 5 കിലോഗ്രാം അരി വീതം കൊടുക്കുമെന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 4,35 ലക്ഷം കിലോഗ്രാം അരി വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങിയാൽ കേരളത്തിൻ്റെ ഖജാനാവിന് 21,75 ലക്ഷം രൂപ നഷ്ടം വരും. മാത്രമല്ല, ഇത് വേറൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 33-34 രൂപയ്ക്ക് കർണാടകത്തിൽ നിന്ന് നിങ്ങൾക്ക് ജയ അരി കിട്ടും. ഇനി ഗവൺമെൻറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഗവൺമെൻറ് നേരിട്ട് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ 32-33 രൂപയ്ക്ക് അരി കിട്ടും ഇതരി. ഇതിനോട് മറ്റൊന്ന് കാണേണ്ടത്, ഇവിടെ നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസ ഇല്ലാത്തൊരു ഗവൺമെൻറ്റായത്. ഇവിടെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. അങ്ങനെ നമ്മുടെ കടത്തിൻ്റെ പാതാളക്കുഴിയിലെത്തിയിരിക്കുന്ന കേരള ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ദൂർത്തറിയോ നിങ്ങൾ? സാധാരണ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ 5 കിലോഗ്രാം അരി കൊടുക്കാറുണ്ട്. ആ അരി കൊടുക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് സഞ്ചിയിലാണ്, അല്ലെങ്കിൽ ആളുകൾ വന്നാൽ അവർ കൊണ്ടുവന്ന സഞ്ചിയിൽ അത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 കിലോഗ്രാം അരി വാങ്ങാൻ ഒരു സഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സഞ്ചിയുടെ വില 10 രൂപ മുതൽ 12 രൂപ വരെയാണ്. ഒരാവശ്യമില്ല. 2 രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സഞ്ചി. ഇനി ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ഇനി 2.25 വേണ്ടി വരും. 2.25 തീരാവുന്നത് 10 രൂപ 12 രൂപ വിലയുള്ള സഞ്ചിയും വാങ്ങി. ഇതിപ്പോൾ 2,40,000 ആളുകൾ കാർഡുടമകൾക്ക് കൊടുക്കാനുള്ള സഞ്ചിയാണ് ഇപ്പം വാങ്ങിയത്. അതേസമയത്ത് ഈ 87 ലക്ഷം കാർഡുടമകൾക്ക് ഈ അരി വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 രൂപ 12 രൂപ നിരക്കിൽ സഞ്ചി വാങ്ങണമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് 8,70,00,000 രൂപ ആ സഞ്ചിക്കും വേണ്ടി വരും. ഇതൊക്കെ ഇത് സാധാരണക്കാരനെ സഹായിക്കാനുള്ളതല്ല, ഭൂഗോള തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ജനങ്ങളെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ അത്താഴപ്പട്ടിണിക്കാരൻ്റെ ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ നടപടി കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഞങ്ങളിതിനെക്കുറിച്ച് പറയുന്ന ഈ കരാർ അടിയന്തരമായി റദ്ദ് ചെയ്യണം. ഇനി 1 മണി അരി ഈ കരാർ പ്രകാരം വാങ്ങാൻ പാടില്ല. 2, കേരള ഗവൺമെൻറ് മാർക്കറ്റിൽ നേരിട്ട് അരി വാങ്ങണം. 3, വിജിലൻസ് അന്വേഷണം നടത്തണം ഇതിനെക്കുറിച്ച്. മാത്രമല്ല, വേറൊരു സംഭവം എന്താണെന്നറിയോ? ഈ കരാർ തന്നെ നിയമവിരുദ്ധ. വിജിലൻസ് നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കരാർ കൊടുത്തത്. ജയ അരി, മട്ട അരി, കുറുവ അരി 3 തരം അരിയാണ് വാങ്ങിയത് ഈ കെ റൈസിൻ്റെ പേരിൽ. ജയ, മട്ട, കുറുവ. സാധാരണ നമ്മുടെ വിജിലൻസ് നിയമം അനുസരിച്ചിട്ട് കരാറിൽ 3 പേർ പങ്കെടുത്താൽ മാത്രമേ കരാർ സാധുവാകൂ. 3 പേർ പങ്കെടുത്തില്ലെങ്കിൽ കരാർ അസാധുവാകും. എന്നാൽ ഈ കെ റൈസ് അരിയുടെ ടെൻഡറിൽ 3 ആൾ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് വിജിലൻസ് നിയമം അനുസരിച്ചിട്ട് ഈ കരാർ തന്നെ അസാധുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 3 പേർ പങ്കെടുക്കാത്ത കരാർ ഇവർ അത് സാധുവാക്കിയത്? അപ്പോൾ പിന്നിൽ അഴിമതിയാണെന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ കരാർ അടിയന്തരമായി റദ്ദ് ചെയ്യണം. സർക്കാർ നേരിട്ട് മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങണം. 3, വിജിലൻസ് അന്വേഷണം നടത്തണം. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ? ഭക്ഷ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ? ഇത് ചേട്ടൻ ബാബയും അനുജൻ ബാബയും കൂടി നടത്തിയ സംയുക്ത കുംഭകോണമാണ് ഇത്. CPM-ഉം CPI-യും നടത്തിയ ഒരു സംയുക്ത കുംഭകോണമാണ് ഈ കെ റൈസ് അരി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല, 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ആന്ധ്ര അരി ഇറക്കുമതിയുടെ പേരിലായിരുന്നു ആന്ധ്ര അരി കുംഭകോണം. അന്ന് കേരളത്തിൽ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമാണ്, നിങ്ങൾക്കൊക്കെ പഴയ പത്രപ്രവർത്തകർക്കറിയാം, 1.5 കൊല്ലം കൊണ്ട് 1.5 കോടി തട്ടിയ 1.5 കാലൻ ഭക്ഷ്യമന്ത്രി എന്ന്. ഇത് ആന്ധ്ര അരി കുംഭകോണത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഇത് തീവെട്ടിക്കൊള്ളയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്,
എന്തുകൊണ്ടാണ് കെജ്രിവാളിന് അഴിമതി കേസിൽ അഴികൾക്കുള്ളിലാകാൻ പോകുന്ന കെജ്രിവാളിനെ മാർക്സിസ്റ്റ് പാർട്ടി സഹായിക്കുന്നത്, കോൺഗ്രസ് സഹായിക്കുന്നത്? വളരെ വ്യക്തമാണ്. അഴിമതിക്കെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. സ്വാഭാവികമായിട്ടും അത് അക്കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. SFIO അന്വേഷണം നടക്കുന്നുണ്ട്. SFI അന്വേഷണം നടന്നാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ അന്വേഷണവും നടക്കും. പ്രധാനമന്ത്രി അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ത്യയിലെ ജനകോടികൾക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്: ഞാനൊരു നയാ പൈസ കക്കില്ല, ഞാൻ ആരെക്കൊണ്ടും കക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ആരൊക്കെയാണോ ഖജാനാവ് മോഷ്ടിച്ചത് അവർ സ്വാഭാവികമായിട്ടും അഴികൾക്കുള്ളിലാകേണ്ടി വരും എന്ന കാര്യം സംശയമില്ല. ഉപ്പ് തിന്നുന്നവർ എന്തായാലും വെള്ളം കുടിക്കും.